ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ കോൺവെർസേഷണൽ മാർക്കറ്റിങ്ങും അതുപോലെ ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഇതുപോലെ ഈ സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഏതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരാൻ നല്ലത്, അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ഏതാണ്, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ മുമ്പ് ഞാൻ എന്താണ് കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇതിന്റെ ഒരു സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതിൽ ഫസ്റ്റ് വരുന്നത് കസ്റ്റമർ എൻഗേജ്മെന്റ് ആണ്. ഒരു 10 ആസ്പെക്റ്റുകൾ, 10 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിതിനെ എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെയാണ് അതിലുള്ള വ്യത്യാസങ്ങൾ വരുന്നതെന്ന് പറയുന്നത്. അതിൽ ഒന്നാണ്, ഫസ്റ്റ് ആസ്പെക്ട് ആണ് കസ്റ്റമർ എൻഗേജ്മെന്റ്. അപ്പോൾ കോൺവെർസേഷണൽ മാർക്കറ്റിംഗിൽ എൻഗേജ്മെന്റ് റേറ്റ് കൂടുതലായിരിക്കും. കാരണം അത് റിയൽ ടൈം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. മെസ്സേജിങ് ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗിന് ലോ ആണ്. കാരണം അവിടെ നമുക്കറിയാം ഈ ഒരു മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത് TV, റേഡിയോ, പ്രിന്റ് ആഡ് മീഡിയകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എൻഗേജ്മെന്റ് റേറ്റ് കുറവായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറെ മീഡിയാസ്, കുറെ സംഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇന്ററാക്ടിവിറ്റി കുറവാണ്. അതുപോലെ റിയൽ ടൈം പേഴ്സണലൈസേഷൻ കുറവാണ്. കാരണം ഇതിൽ പല മീഡിയാസ് ഉണ്ട്. വെബ്സൈറ്റ് ഉപയോഗിക്കാം, ലാൻഡിംഗ് പേജ് ഉപയോഗിക്കാം, പിന്നെ മെസ്സേജിങ് ആപ്പുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലീഡ് ആഡുകളായിട്ട് ഒക്കെ ചെയ്യാം, കോളുകളായിട്ട് ചെയ്യാം. അങ്ങനെ പല കോൾ ടു ആക്ഷൻസും കാര്യങ്ങളെല്ലാം വരാം. പെർഫോമൻസ് മാർക്കറ്റിംഗിലും ക്യാമ്പയിൻ ഇതിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ അവിടെ പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് സ്പെസിഫിക് ആക്ഷനാണ് ഫോക്കസ് ചെയ്യുന്നത്, കോൺവെർസേഷൻ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ. അപ്പൊ അത് ഓരോ ക്യാമ്പയിനും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ പേഴ്സണലൈസേഷൻ, അത് ഹൈലി പേഴ്സണലൈസ്ഡ് ആണ് ഈ ഒരു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമർ ഡാറ്റ, ബിഹേവിയർ, പ്രിഫറൻസ്, ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. പിന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പേഴ്സണലൈസേഷൻ കുറവാണ്. ഒരു ബ്രോഡ് മെസ്സേജിങ് ആണ് ഒരു കൊടുക്കുക. അപ്പോൾ സപ്പോസ് നമ്മൾ TV-യിലാണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലും പേഴ്സണലൈസ് ചെയ്യാം, ഇമെയിലിലൂടെയും പിന്നെ റീടാർഗറ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട്. പക്ഷേ ബട്ട് നോട്ട് ആൾവേസ് ഇൻ റിയൽ ടൈം. റിയൽ ടൈമിൽ പേഴ്സണലൈസേഷൻ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് പെർഫോമൻസ് മാർക്കറ്റിംഗിലും കുറവാണ് പേഴ്സണലൈസേഷൻ. ബിക്കോസ് പെർഫോമൻസ് മാർക്കറ്റിംഗ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മെട്രിക്സ്, ലൈക്ക് ക്ലിക്സ്, കൺവേർഷൻസ്, ഇതിലാണ്. പിന്നെ മൂന്നാമത്തെ സംഭവം വരുന്നത് റെസ്പോൺസ് ടൈം. കോൺവെർസേഷൻ മാർക്കറ്റിംഗ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്. അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് റെസ്പോൺസ് ഡിലേഡ് റെസ്പോൺസ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരികയാണെങ്കിൽ അത് ഓരോ റെസ്പോൺസ് കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടാൻ വഴിയില്ല. പെർഫോമൻസ് മാർക്കറ്റിംഗിലും ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം പെർഫോമൻസ് മാർക്കറ്റിംഗിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അത് ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. നാലാമത് വരുന്ന കസ്റ്റമർ ഫീഡ്ബാക്ക് ലൂപ്പ്. ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ലൂപ്പാണ് കോൺവെർസേഷണൽ മാർക്കറ്റിംഗിൽ വരുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ട്രഡീഷണൽ മാർക്കറ്റിംഗിന് ലിമിറ്റഡ് ആണ്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഫീഡ്ബാക്ക് ക്യാൻ ബി ഗാദർഡ് ടു ഡിജിറ്റൽ ഫോംസ് ആൻഡ് സർവേസ് ആണ്. ഫോംസും സർവേസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് മാർക്കറ്റിംഗ് കളക്ട് ഡാറ്റ പ്രൈമർലി ബേസ്ഡ് ഓൺ പെർഫോമൻസ് മെട്രിക്സ്. ഫീഡ്ബാക്ക് ഈസ് ഇൻഡയറക്റ്റ് ആൻഡ് ഓഫൻ ഡിലേഡ്. പിന്നെ അഞ്ചാമത്തെ സംഗതി വരുന്നത് ലീഡ് നർച്ചറിംഗ് ആണ്. Conversational marketing efficient lead nurturing with automated personalized follow-ups. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലീഡ് നർച്ചറിങ് വരും. അത് ഓട്ടോമാറ്റഡ് ആയിട്ട് പറഞ്ഞ് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഫോളോ അപ്പ് ആ ഒരു പ്രോസ്പെക്റ്റിനെ
സെയിൽസ് ഫണലിൽ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് അത് വളരെ കുറവാണ്, ലീഡ് നർച്ചറിങ് കുറവാണ്, പേഴ്സണലൈസേഷനും കുറവാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പിന്നെ ലീഡ് നർച്ചറിങ് ചെയ്യാം, ടാർഗറ്റഡ് ക്യാമ്പയിൻസ് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അതൊരു ഓഫൻ ലാക്സ് ദ ഇമ്മീഡിയൻസി ആൻഡ് പേഴ്സണലൈസേഷൻ. പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ഫോക്കസ് ഓൺ ഇമ്മീഡിയറ്റ് കൺവേർഷനിലാണ് പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ലീഡ് നർച്ചറിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. കോസ്റ്റ് എഫിഷ്യൻസി. കോൺവെർസേഷണൽ മാർക്കറ്റിംഗിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ് വിത്ത് ലോ ബാരിയേഴ്സ് ടു എൻട്രി, especially when using chatbots and messaging apps for automation. Higher cost due to expensive and placements and production costs for TV radio. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കോസ്റ്റ് ഹൈ ആണ്, കാരണം ഈ TV, റേഡിയോ, പ്രിന്റ് ആഡുകളാണ് ഉപയോഗിക്കുന്നത്, വളരെ എക്സ്പെൻസീവ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗും കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ബട്ട് വേരീസ് ഗ്രേറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ആഡ് സ്പെൻഡിനെ ചാനൽ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരും. അതുപോലെ പെർഫോമൻസ് മാർക്കറ്റിംഗിലും വേരിയബിൾ കോസ്റ്റ് ആർ വേരിയബിൾ ആൻഡ് ഓഫൻ ടൈഡ് ടു സ്പെസിഫിക് ക്യാമ്പയിൻസ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് എക്സ്പെൻസീവ് ആകും, മിക്കവാറും എക്സ്പെൻസീവ് ആണ്. കാരണം പല ചാനൽസിലൂടെയും ഒരു സമയത്ത് തന്നെ പല ചാനൽസിലൂടെയും വളരെയധികം ആഡ് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ സ്കെയിലബിലിറ്റി. കോൺവെർസേഷണൽ മാർക്കറ്റിംഗിന്റെ സ്കെയിലബിലിറ്റി ഹൈലി സ്കെയിലബിൾ ആണ്, വിത്ത് എബിലിറ്റി ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ന്യൂമറസ് കോൺവെർസേഷൻസ്. ഒരു ഓട്ടോമേഷൻ ചെയ്ത് ടൂൾ ഉണ്ടായാൽ നമുക്ക് മൾട്ടിപ്പിൾ കോൺവെർസേഷൻ ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ലിമിറ്റഡ് സ്കെയിലബിലിറ്റിയാണ്, വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലും സ്കെയിലബിൾ ആണ്, but may require increased ad spend or resources for larger campaigns. കൂടുതൽ റിസോഴ്സസും മറ്റും വേണം കൂടുതൽ വലിയ ക്യാമ്പയിൻസ് ചെയ്യാൻ. പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്കെയിലബിൾ ടു എ ഡിഗ്രി, ഒരു പരിധി വരെ സ്കെയിലബിൾ ആണ്, പക്ഷേ കൂടുതൽ ബജറ്റും അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ടും വേണം ഒരു അടുത്തൊരു തലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ കൺവേർഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അതുപോലെ അടുത്തൊരു ആസ്പെക്ട് നമുക്ക് പറയുകയാണെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. കോൺവെർസേഷൻ മാർക്കറ്റിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് ത്രൂ കണ്ടിന്യൂസ് മീനിങ്ഫുൾ ഇന്ററാക്ഷൻസ് ആൻഡ് പേഴ്സണലൈസ്ഡ് എൻഗേജ്മെന്റ്. പിന്നെയാണ് ഇത് സെയിലിലേക്ക് അത് ഗ്രാജുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആയിട്ടാണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് വീക്കാണ്, അതുപോലെ എൻഗേജ്മെന്റും കുറവാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഡിപ്പെൻസ് വേരീസ് ക്യാൻ ബിൽഡ് റിലേഷൻ ബട്ട് ഓഫൺ ലാക്സ് ദ കണ്ടിന്യൂസ്. അത് പല മാധ്യമങ്ങൾ പല സംഭവങ്ങൾ ഉപയോഗിച്ചത് കാരണം കോൺവെർസേഷണൽ മാർക്കറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് കുറവാണ്. ഫോക്കസ് ഓൺ കോൺവേർഷൻസ് ആൻഡ് മേ നോട്ട് ബി പ്രയോറിറ്റീസ് ലോങ് ടേം റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു കസ്റ്റമറുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് ചെയ്ത് നോക്കുന്നത് ഇമ്മീഡിയറ്റ് സെയിൽ, ഇമ്മീഡിയറ്റ് കൺവേർഷൻ എന്നുള്ള ഒറ്റത് മാത്രമാണ് പെർഫോമൻസ് മാർക്കറ്റിംഗിൽ നോക്കുന്നത്. പിന്നെ ഡാറ്റ യൂട്ടിലൈസേഷൻ അടുത്തൊരു ആസ്പെക്ട് ആയിട്ട് നമുക്ക് പറയാം. കോൺവെർസേഷൻ മാർക്കറ്റിംഗിൽ യൂട്ടിലൈസ്ഡ് റിയൽ ടൈം ഡാറ്റ ടു ടൈലർ കോൺവെർസേഷൻസ് ആൻഡ് ഇംപ്രൂവ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഡൈനാമിക്കലി. ഇതിൽ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട് കോൺവെർസേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ, കസ്റ്റമർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഡാറ്റ യൂട്ടിലൈസേഷൻ വളരെ കുറവാണ്, അധികം പീരിയഡിക് മാർക്കറ്റ് റിസർച്ചിന് നോക്കിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. Digital marketing uses data for targeting and segmentation, but often does not leverage real-time insights effectively. ടാർഗറ്റിംഗിലും സെഗ്മെന്റേഷനും വേണ്ടിയിട്ട് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗിൽ സ്ട്രോങ് ഫോക്കസ് ഓൺ ഡാറ്റ, ബട്ട് മെയിൻലി ഫോർ മെഷറിംഗ് പെർഫോമൻസ് റാദർ ദാൻ എൻഹാൻസിങ് കസ്റ്റമർ എക്സ്പീരിയൻസ്. അപ്പോൾ പെർഫോമൻസ് മെഷർ ചെയ്യാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, കസ്റ്റമർ എക്സ്പീരിയൻസ് അത്രയധികം ഫോക്കസ് കൊടുക്കുന്നില്ല. പിന്നെ അടുത്തൊരു ആസ്പെക്ട് നമുക്ക് പറയാൻ പറ്റുന്നത് യൂസർ എക്സ്പീരിയൻസ് ആണ്. യൂസർ എക്സ്പീരിയൻസിൽ കോൺവെർസേഷൻ മാർക്കറ്റിംഗിൽ എൻഹാൻസ്ഡ് യൂസർ എക്സ്പീരിയൻസ് ത്രൂ സീംലെസ്
നാച്ചുറൽ കോൺവെർസേഷൻസ്. അപ്പോൾ ഇതിൽ യൂസർ എക്സ്പീരിയൻസ് സീംലെസ് ആയിട്ട് ഒരു തടവും ഇല്ലാതെ ഇതായിക്കൊണ്ടിരിക്കും. നാച്ചുറൽ കോൺവെർസേഷൻസ് നടത്തുന്നത് പോലെ തന്നെ അതൊരു ഹ്യൂമൻ കോൺവെർസേഷനിൽ എൻഗേജിങ് ആയ പോലെ തന്നെയാണ് നമുക്ക് അത് കൊടുക്കാൻ പറ്റുക. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ലെസ് എൻഗേജിങ്, മോർ ഇൻട്രപ്റ്റീവ്, ലീഡിങ് ടു പുവറർ യൂസർ എക്സ്പീരിയൻസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ യൂസർ എക്സ്പീരിയൻസ് വാരീസ്, എൻഗേജിങ് ബട്ട് മേ ആൾസോ ബി പെർസീവ്ഡ് ആസ് ഇൻട്രൂസീവ് ഓർ ഓവർലി കൊമേഴ്ഷ്യൽ. കാരണം പല മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കാരണം. പെർഫോമൻസ് മാർക്കറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് can provide a good experience if well targeted, but often focuses more on conversion than on user experience. കൂടുതൽ കൺവേർഷൻ ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂസർ എക്സ്പീരിയൻസിന് അവിടെ അധികം പ്രാധാന്യമില്ല. ഇത്രയും വ്യത്യാസങ്ങളാണ് ഈ ഒരു 4 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗിൽ വരുന്നത്. പലതിനോടും ചെറിയ രൂപത്തിലെല്ലാം കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ ഏത് ചെയ്യണം, ഏത് ഇതാണെന്നും. ഈ ഒരു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന കുറച്ച് സംഭവങ്ങളെ നമ്മൾ ലിവറേജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ മെസ്സഞ്ചർ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഈ സംഭവങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ട് അതങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേറൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടെങ്കിൽ വേറൊരു ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് മാർക്കറ്റ് ചെയ്യുക, അതിനെ ഓട്ടോമേറ്റ് ചെയ്യാം, അതിൻ്റെ ഡാറ്റകൾ മറ്റുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. കൂടുതൽ വീഡിയോസ് നമുക്ക് വീണ്ടും ചെയ്യാം. നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ളൊരു ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ പഠിക്കുക, കൂടുതൽ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച്.